നമസ്കാരം. മലയാളം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വെനിൻസുല എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയുമായിട്ടുള്ള കുറച്ച് തർക്കങ്ങൾ. അത് ഇപ്പോൾ ഈ അടുത്ത് വളരെ കാര്യമായിട്ട് അത് എസ്കലേറ്റ് ചെയ്ത് വന്നിട്ട് ഇന്ന് അമേരിക്ക അവിടെ ഒരു ആക്രമണം നടത്തുകയും പിന്നെ അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള മഡൂറ, നിക്കോളസ് മഡൂറ, ആളുടെയും ആളുടെ വൈഫിനെയും നാട് കടത്തി എന്നാണ് പുതിയ ന്യൂസുകളൊക്കെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ കാണിക്കുന്നത്. അവിടെ ഒരു കുറച്ച് ബോംബാക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെനിൻസുലയിൽ ഈ അമേരിക്ക ഇങ്ങനൊരു ഇടപെടൽ നടത്തിയത് എന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ. ഈ വെനിൻസുല ഒരു കാര്യം ഓർക്കണം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. ഹെവി ക്രൂഡ് ഏറ്റവും കൂടുതൽ ഏകദേശം 300 ബില്യൺ ബാരലിൽ ഒരു നിക്ഷേപം അവിടെയുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു സാധ്യതയുള്ള ഒരു രാജ്യം കൂടിയാണത്. അപ്പോൾ ഈ വെനിൻസുലയിലെ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ വെനിൻസുലൻ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാൻ US കാണുന്ന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡ്രഗ് ട്രാഫിക്കിംഗ്. അതായത് വെനിൻസുലയിൽ നിന്ന് വ്യാപകമായ തോതിൽ ഡ്രഗ് ഇവിടേക്ക് യൂസിലേക്ക് ഒഴുകണം എന്നാണ് ട്രംപ് ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുള്ളതും ഇന്ന് അവിടെ ബോംബാക്രമണവും അവിടെ കുറേ ഭരണമാറ്റങ്ങൾക്കുള്ള ഒരു സാധ്യതയും അവിടെ തെളിയുന്നത്. അപ്പോൾ ഈ യുദ്ധം ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ആ ഒരു കരീബിയൻ കടലുകളിൽ അമേരിക്കയുടെ ഒരു പ്രസൻസും അല്ലെങ്കിൽ വെനിൻസുലയ്ക്ക് എതിരായിട്ട് പല ഓയിൽ കമ്പനികളെ സാങ്ഷൻ അല്ലെങ്കിൽ ഓയിൽ ട്രേഡ് അതിനൊക്കെ സാങ്ഷൻ വന്നപ്പോൾ വെനിൻസുലൻ എക്കണോമി വെനിൻസുലൻ പ്രസിഡന്റ് പറയുന്നത് അമേരിക്ക ഇത് ചെയ്യുന്നത് അവരുടെ നാച്ചുറൽ റിസോഴ്സിനെ അതുമേലാണ് ഒരു എയിം, അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ റിസോഴ്സാണ് അവരുടെ ടാർഗറ്റ് എന്നുള്ളതാണ് ആൾ പറയുന്നത്. പിന്നെ ഒന്ന്, ഇൻ്റർനാഷണൽ ലോസിനെ അമേരിക്ക ഒരു വക വയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് അവിടെ വെനിൻസുലൻ ഇത് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ വിഷയം ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, റഷ്യ കൃത്യമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഒരു വാറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യമായിട്ടുള്ളൊരു പ്രതികരണം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റഷ്യ അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്, അവരതിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈവൻ ഒരു മിലിറ്ററി ലെവലിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ള രീതിയിൽ. അത് എത്രത്തോളം ഈ കണ്ടീഷനിൽ റഷ്യക്ക് അത് സാധിക്കുന്നുള്ളത് അറിയില്ല. ഓക്കെ. പിന്നുള്ളത് അടുത്തൊരു എക്കണോമി, ഒരു ലാർജ് എക്കണോമി എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയും ഈ ഇതിനെ വളരെ വിമർശിച്ചിട്ടുള്ള പല ഇതാണ് കാണുന്നത്. അപ്പോൾ കാരണം ചൈന അവിടെ നിന്ന് ഏകദേശം ഒരു 4 to 5% ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് യുവാൻ അല്ലെങ്കിൽ ആ റൂബിൾ അങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ട്. ഇന്ത്യക്കും ഇത് തന്നെയാണ്. ഇന്ത്യ പക്ഷേ ഈ ഇതിലെന്താ കേസുണ്ടെങ്കിൽ ഇന്ത്യയും ഏകദേശം 1 to 1.5% ഇന്ത്യൻ ടോട്ടൽ ക്രൂഡിൻ്റെ ഇമ്പോർട്ടിൻ്റെ ആശ്രയിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ റോ മെറ്റീരിയൽ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇന്ത്യക്കും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഓയിൽ പ്രൈസിലാണ്. അപ്പോൾ ഓയിൽ പ്രൈസിൽ ചിലപ്പോൾ ചെറിയൊരു വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഒരു ഓയിലിന് ഒരു 2 to 5 അല്ലെങ്കിൽ $6 കൂടി വരാൻ സാധ്യതയുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ കേസിൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് വീണ്ടും തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഗോൾഡ് വീണ്ടും ഒരു പുതിയ ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് ഈ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ഈ ഒരു അനിശ്ചിതത്വം എത്രത്തോളം നാൾ നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏറ്റവും പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അടുത്തൊരു കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ വീണ്ടും പുതിയൊരു ഹൈയിലേക്ക് ഗോൾഡ് പ്രൈസ് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ വെനിൻസുലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്മൾ പറയുമ്പോൾ
ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ബൈ.